പലപ്പോഴും ഈ ഹാർട്ട് ബ്ലോക്ക് ഓർത്തു വെക്കാൻ വളരെയധികം പ്രയാസമാണ്. അതിനുവേണ്ടി ഒരു കഥ പറഞ്ഞുതരാം. നമ്മളൊരു കുട്ടി സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരുന്നുണ്ട്. അതുപോലെ സാറ് ക്ലാസ് എടുക്കുന്നതാണ് നോർമൽ സൈനസ് റിതം. അതായത് സാറ് ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ കുട്ടി കൃത്യമായി ക്ലാസ്സിൽ വരുന്നു, കൃത്യമായി അറ്റൻഡ് ചെയ്ത് പോകുന്നതാണ് ഒരു നോർമൽ സൈനസ് റിതം. എല്ലാ ദിവസവും കുട്ടി സാറ് വന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ലേറ്റ് ആയിട്ടേ വരുള്ളൂ. അതാണ് ആര്? നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി AV ബ്ലോക്ക്. 5 മിനിറ്റ് ലേറ്റ് ആയിട്ടേ വരുള്ളൂ എല്ലാ ദിവസവും. പക്ഷേ എല്ലാ ദിവസവും ക്ലാസ്സിൽ വരും, പക്ഷെ 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് വരും. സാറ് വന്നതിന് ശേഷം മാത്രമേ കുട്ടി വരുള്ളൂ. അതാണ് ടൈപ്പ് 1 ബ്ലോക്ക്. അവിടെ P ഉണ്ട്, QRS ഉണ്ട്, സാറും ഉണ്ട്, കുട്ടിയും ഉണ്ട്, പക്ഷെ എപ്പോഴും ലേറ്റ് ആയിട്ടേ വരുള്ളൂ. മൊബിറ്റ്സ് ടൈപ്പ് 1 സാറ് വരുന്നതിനും കാട്ടും 5 മിനിറ്റ് ലേറ്റ് ആയിട്ടായിരിക്കും ആദ്യത്തെ ദിവസം വരുന്നത്. ഇനി മൊബിറ്റ്സ് ടൈപ്പ് 1 ബ്ലോക്ക് എന്താന്ന് പറഞ്ഞാൽ സാറ് ക്ലാസ് എടുക്കുന്നു, 5 മിനിറ്റ് ലേറ്റ് ആയിട്ടായിരിക്കും കുട്ടി വരുന്നത്. സാർ ഒന്നും പറയാത്തത് കൊണ്ട് പിറ്റേ ദിവസം 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് വരും, പിന്നെ 15 മിനിറ്റ് ലേറ്റ് ആയിട്ട് വരും, അടുത്ത ദിവസം എന്ത് ചെയ്യും? ആബ്സെന്റ് ആവും. അപ്പൊ QRS ഇല്ല. അപ്പൊ ഇടയ്ക്ക് ആബ്സെന്റ് ആവും, പക്ഷെ ആദ്യം 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് വരും, 10 മിനിറ്റ് ലേറ്റ് വരും, അങ്ങനെ സ്ലോലി ലേറ്റ് ആയിട്ട് വന്ന് ആബ്സെന്റ് ആവുന്നതാണ് മൊബിറ്റ്സ് ടൈപ്പ് 1. മൊബിറ്റ്സ് ടൈപ്പ് 2 ആണെങ്കിലോ 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് വരും, പിറ്റേ ദിവസം 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് വരും, 3-ാമത്തെ ദിവസം 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് വരും, 4-ാമത്തെ ദിവസം വരില്ല. അതാണ് മൊബിറ്റ്സ് ടൈപ്പ് 2 ബ്ലോക്ക്. മനസ്സിലായോ? ടൈപ്പ് 3 ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാറും കുട്ടിയായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇല്ല. സാറ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ കുട്ടി കയറി വരും, കുറച്ച് നേരം ഇറങ്ങിപ്പോവും, ചിലപ്പോൾ വന്നാലായി, വന്നില്ലെങ്കിലായി. അതായത് P കാണും, പിന്നെ QRS കാണും, ചിലപ്പോൾ P കാണും, പിന്നെ P കാണും, പിന്നെ QRS കാണും, QRS ആണ്. സാറും കുട്ടിയായിട്ട് ഒരു റിലേഷൻഷിപ്പും ഇല്ലാത്തതാണ് തേർഡ് ഡിഗ്രി ബ്ലോക്ക്. അപ്പൊ മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറക്കില്ല. അപ്പൊ ഇത്തരത്തിൽ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതുപോലുള്ള കുറെ ടിപ്സുമായിട്ട് ഇനിയും വരാനായിട്ട് ശ്രമിക്കാം.